ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമ മലയാളക്കരയിൽ ഇൻഡസ്ട്രി ഹിറ്റ് നേടിയ സിനിമയാണല്ലോ. തുടരും എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കിനായി അജയ് ദേവ്ഗണ്ണും ടീമും മലയാളം പ്രൊഡ്യൂസർമാരെ സമീപിച്ചതായാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ദൃശ്യം 3യുടെ ഷൂട്ടിന് ശേഷമായിരിക്കും അജയ് ദേവ്ഗൺ തുടരും എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കിലേക്ക് കടക്കുക. അപ്പോൾ കാത്തിരിക്കാം ലാലേട്ടന്റെ മറ്റൊരു സിനിമയുടെ ഹിന്ദി റീമേക്കിനായി. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഐ നോബഡി എന്ന സിനിമയുടെ അവസാന പാദ ഷൂട്ടിംഗ് ഡിസംബർ മാസം 22-ാം തീയതി ആരംഭിക്കും. 2026 ഫെബ്രുവരി മാസം പകുതിയോടുകൂടി ഷൂട്ടിംഗ് പൂർത്തിയാക്കാനാണ് ഐ നോബഡി ടീം ശ്രമിക്കുന്നത്. ശിവകാർത്തികേയൻ നായകനായി അടുത്തതായി തമിഴിൽ വരാനിരിക്കുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ എന്റർടൈനർ സിനിമയാണല്ലോ പരാശക്തി. പരാശക്തി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് ജനുവരി മാസം 4-ാം തീയതി ഒരു വലിയ ഇവന്റാക്കി മാറ്റാനാണ് മൂവി ടീം ശ്രമിക്കുന്നത്. തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാറുകളായ രജനികാന്തും കമൽഹാസനും ഈ ട്രെയിലർ ലോഞ്ച് ഇവന്റിൽ പങ്കെടുക്കുമെന്ന് നമ്മളിപ്പോൾ അറിയുന്നു. എഡിറ്റർ നിതീഷ് KTR ആദ്യമായി സംവിധാനം ചെയ്യുന്ന കാലന്റെ തങ്കക്കുടം എന്ന ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനാവുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. കാലന്റെ വേഷത്തിൽ ഇന്ദ്രജിത്തും ചിത്രഗുപ്തനായി അൽത്താഫുമാണ് ഈ ചിത്രത്തിൽ വേഷമണിയുന്നത്. ഉമർ അക്ബർ ആന്റണിക്ക് ശേഷം ഇന്ദ്രജിത്ത് സുകുമാരന്റെ മുഴുനീള കോമഡി റോൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക നായകനായി മലയാളത്തിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയാണല്ലോ കളങ്കാവൽ. ഡിസംബർ 5-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്തുന്നത്. റിലീസ് ദിനത്തിന് 5 ദിവസം മുന്നേ തന്നെ ബുക്കിംഗ് ആരംഭിച്ച സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിൽ മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ പ്രീസെയിൽ ബുക്കിംഗ് ആയി 2 കോടിക്ക് മുകളിൽ നേടാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സൂര്യയെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാനിരുന്ന സിനിമയാണല്ലോ ഇരുമ്പ് കൈ മായാവി. പിന്നീട് ഈ ചിത്രത്തിൽ അമീർ ഖാൻ ആയിരിക്കും നായകനായി വരുന്നത് എന്ന് ശക്തമായ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഈ സിനിമ ഇപ്പോൾ അല്ലു അർജുനെ നായകനാക്കി സംവിധാനം ചെയ്യാനാണ് ലോകേഷ് കനകരാജ് ശ്രമിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.